നമ്മൾ ഒരാളുടെ ലൈഫിൻ്റെ വിജയങ്ങൾ മാത്രമേ കാണൂ. അയാളുടെ വന്ന വഴി ആരും കാണുന്നില്ല, ആരും അത് പുറത്ത് കാണിക്കാറുമില്ല. നമ്മളെന്താ ഒരു നടനായി മാറി മമ്മൂക്ക, ലാലേട്ടൻ, ഇവരുടെ ബാക്കിലും ഹാർഡ് വർക്ക് ഉണ്ടാവുമല്ലോ. അത് ചില ആൾക്കാർ ഹാർഡ് വർക്കിന് താല്പര്യമില്ല, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു 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 1.5 മണിക്കൂർ വരെ ഞാൻ പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. അത് എന്താ കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ സിനിമയെ സംബന്ധിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമോഷണലി ഡൗൺ ആവും. കാരണം നമ്മൾ സിനിമയുടെ പുറകെ നമ്മൾ പോകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴും എൻ്റെ ഡയറക്ടറായിട്ടുള്ളൊരു മീറ്റിലായാലും പറഞ്ഞത്, സിനിമ തുടക്കം മുതൽ സിനിമയുടെ ഏറ്റവും അവസാനം വരെ സിനിമയുടെ കൂടെ നിൽക്കാറുണ്ട് ഞാൻ. എന്നാൽ പറ്റുന്ന പ്രൊമോഷൻസ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സിനിമയോട്. കാരണം എൻ്റെ വേറൊരു ജോബ് ഞാൻ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് തവണ നമ്മളെ പിൻവലിക്കാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരും, ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. കാരണം ഒരാൾ ജോലി ചെയ്യാതെ സിനിമയ്ക്ക് വേണ്ടി എപ്പം നടക്കാനാ. പക്ഷെ ഞാനിപ്പോഴും പ്രതീക്ഷയാണ്. 2 വർഷം മുന്നേ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പ്രതീക്ഷയാണ്. ഇപ്പം ദൈവം സഹായിച്ച് സിനിമ തിയേറ്ററിൽ പോയി ഇപ്പം കാണാൻ ഒരു 3 പടങ്ങൾ റിലീസായി. ഞാൻ എന്നെ നിറഞ്ഞ് കണ്ടു ഞാൻ തിയേറ്ററിൽ. അപ്പം എനിക്ക് അടുത്തെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഹിറ്റ് സംഭവിക്കണം. അതുവരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് കാണുന്നത് സംഭവിക്കും, ഉറപ്പാണ്. ആരോഗ്യം ഉണ്ടായാൽ മതി. അതുകൊണ്ട് ഇപ്പം ആരോഗ്യം നന്നാക്കാൻ വേണ്ടി ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട്, ഡയറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, എക്സസൈസ് നോക്കുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി, പ്രോപ്പറായി പോകാൻ. ആദ്യം ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ തീറ്റി കൂടി. ഡിപ്രഷൻ കൂടുമ്പോൾ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും.